ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കോൺഷ്യസ് ആക്കുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതും ഒരേ ഒരു ടോപ്പിക്ക് മാത്രമാണ്. ബാക്കി വീഡിയോസ് ഒന്നും ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരൊറ്റ ടോപ്പിക്കാണ്. ആ ടോപ്പിക്കാണ് ഇൻസ്റ്റഗ്രാം കൊളാബറേഷൻ. അപ്പോൾ ഇൻസ്റ്റഗ്രാം കൊളാബറേഷനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പിട്ട കുറേ വീഡിയോസ് നിങ്ങൾക്ക് സജഷനി വരുമായിരിക്കും. പക്ഷേ ആ വീഡിയോ ഒന്നും നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ആ വീഡിയോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇൻസ്റ്റഗ്രാം കൊളാബറേഷനെ കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തിനാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റഡ് വീഡിയോ എന്ന് ചോദിച്ചാൽ, അന്ന് ഒരു 1.5 വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാം കൊളാബറേഷൻസ് എങ്ങനെയാണോ റൺ ചെയ്തിരുന്നത്, ആ ഒരു പർട്ടിക്കുലർ വേൾഡ് എങ്ങനെയായിരുന്നു, അതിനിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിൽ കുറേ ആപ്പൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടില്ല. കുറേ മാർക്കറ്റിംഗ് ഏജൻസീസ് ഒക്കെ പുതിയതായിട്ട് വന്നു. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. എന്താണ് കൊളാബറേഷൻ? കൊളാബറേഷൻ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് അവരുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ അവരുടെ സർവീസോ നിങ്ങളിൽ ത്രൂ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയാണ് കൊളാബറേഷൻ. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, നിങ്ങൾ അതിനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് ബ്രാൻഡ്സ്, ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു ലിങ്കപ്പിനാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. കൊളാബറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതിൽ നന്നായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ. സോ കൊളാബറേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ഏതൊക്കെ ടൈപ്പ് കൊളാബറേഷൻ ആണുള്ളത്? കൊളാബറേഷൻ ആക്ച്വലി 4 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ പെയ്ഡ്, വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സെക്കൻഡ് എന്ന് പറയുന്നത് ബാർട്ടർ കൊളാബറേഷൻ. അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അടുത്തതെന്ന് വെച്ചാൽ റീഇംബേഴ്സ്മെൻറ്റ് കൊളാബറേഷൻ. റീഇംബേഴ്സ്മെൻറ്റ് കൊളാബറേഷനെ കുറിച്ച് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരിക്കും, അത് ഞാൻ ക്ലിയർ ചെയ്തുതരാം. അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ അധികം കേട്ട് ഫെമിലിയർ ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാനും വളരെ റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു ടൈപ്പ് കൊളാബറേഷനെ പറ്റി അറിയുന്നത്. ഇതിൻ്റെ പേരാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇതിൽ ക്യാമ്പസ് അംബാസിഡർ പ്രോഗ്രാം എന്നൊക്കെയും ഇതിനെ പറയാം. പെയ്ഡ് കൊളാബറേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നിങ്ങളായത് കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ നിങ്ങൾ ത്രൂ ആയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റിനും സർവീസിൻ്റെയും കൂടെ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റാണ് പെയ്ഡ് കൊളാബറേഷൻ. സോ പെയ്ഡ് കൊളാബറേഷനിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസും ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഈ പേയ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫോളോവേഴ്സിനെ റീച്ചിനെയൊക്കെ സംബന്ധിച്ചായിരിക്കും ഇരിക്കുന്നത്. അതായത് ഇപ്പം 1 മില്യണും 100Kയും ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് ആയിരിക്കില്ല 8Kയും 5K ഉള്ള ഒരാൾക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീഇംബേഴ്സ്മെൻറ്റ് കൊളാബറേഷൻ. ഞാൻ കുറച്ച് സ്പീഡിലാണോ സംസാരിക്കുന്നത് എന്നറിയില്ല. റീഇംബേഴ്സ്മെൻറ്റ് കൊളാബറേഷൻ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് അത് വാങ്ങിച്ച് അതിൻ്റെ റിവ്യൂ ആണെങ്കിൽ റിവ്യൂ, ഇനി അതിൻ്റെ റീൽ പോസ്റ്റ് എന്താണോ സാധനം അത് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബ്രാൻഡ് നിങ്ങൾക്ക് പൈസ തിരിച്ചു തരുന്നു. ഇതിനെയാണ് നമ്മൾ റീഇംബേഴ്സ്മെൻറ്റ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആക്ച്വലി റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാറില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസണായിട്ട് ഞാൻ പറഞ്ഞത്, ബ്രാൻഡ്സ് ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്യാഷ് റീഇംബേഴ്സ് ചെയ്യാനായിരിക്കും. ചിലപ്പോൾ 3 ദിവസം, 10 ദിവസം, 15 ദിവസം. ഒരുമാതിരി നല്ല ബ്രാൻഡൊന്നും അങ്ങനെ പറ്റിക്കില്ല, തിരിച്ച് തരാതിരിക്കില്ല. പക്ഷേ എന്നാലും അവരുടെ ക്യാമ്പയിൻ മാനേജേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഡിലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഡിലേ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആൻഷ്യസ്, അയ്യോ ക്യാഷ് കിട്ടുമോ. ബിക്കോസ് നമ്മൾ ചുമ്മാ ബാങ്കിലിട്ടിങ്ങനെ ക്യാഷ് എടുക്കില്ല, നമുക്ക് കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ. അതായത് എൻ്റെ അക്കൗണ്ടിലുള്ള ഓരോ ക്യാഷിനും എനിക്ക് കണക്ക് കൂട്ടലുണ്ട്. ഇതിനെന്ന് പറഞ്ഞിട്ട് ഓരോ രൂപയ്ക്കും കണക്കുണ്ട്. അപ്പം ഈ ക്യാഷ് ഡിലേ ആവുകയാണെങ്കിൽ എൻ്റെ പ്ലാനിങ് മൊത്തത്തിൽ പോയി. ഞാൻ ഈ ഒരു ഡയറിയിൽ എൻ്റെ ഫിനാൻസ് ഫുൾ പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഓക്കെ, നമ്മൾ ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറുന്നില്ല. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് ആക്ച്വലി ഒരു റീഇംബേഴ്സ്മെൻറ്റ് കൊളാബ് ചെയ്തു. അത് ആമസോണിൽ നിന്ന് മറ്റേ 2 ലിപ്സ്റ്റിക് കോംബോയും, ഒരു ലിപ്സ്റ്റിക് കോംബോയിൽ 5, വേറെ ലിപ്സ്റ്റിക് കോംബോയിൽ 18 19 അങ്ങനെ 2 ലിപ്സ്റ്റിക് കോംബോടെയാണ് ചെയ്തത്. പിന്നെ ഒരു ബ്ലഷും. ആക്ച്വലി അത് ഞാൻ റീഇംബേഴ്സ്മെൻ്റ് ആണ് ചെയ്തത്. അത് ഞാൻ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ 2 റീസണുണ്ട്. ആക്ച്വലി ഈ പ്രോഡക്റ്റ് എന്തായാലും ഞാൻ വാങ്ങിക്കായിരുന്നത്, ലിപ്സ്റ്റിക്ക് ഞാൻ എന്തായാലും വാങ്ങിക്കാനിരുന്നതാണ്. പിന്നെ എനിക്ക് ഹോൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്ക് വേണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ എന്തായാലും എനിക്ക് വേണ്ട പ്രോഡക്റ്റാണ്. അപ്പം റീഇംബേഴ്സ്മെൻറ്റിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ലേറ്റ് ആയിട്ടാണെങ്കിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് കിട്ടുമല്ലോ. നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോഡക്റ്റാണ്, ക്യാഷ് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. എന്തായാലും അതായത് ഇപ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ച നിങ്ങളൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു റീഇംബേഴ്സ്മെൻറ്റ് കൊളാബ് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു വിൻ സംഭവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ബട്ട് നിങ്ങൾ ആക്ച്വലി കൊളാബറേഷൻ്റെ ഈ വേൾഡിലേക്ക് പുതിയതായിട്ട് വന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മാർക്കറ്റിംഗ് ഏജൻസിയെ വിശ്വസിക്കണം, ഏത് ആപ്പിൽ വിശ്വസിക്കാം, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് തൽക്കാലത്തേക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്.
നമ്മുടെ അടുത്ത കൊളാബറേഷൻ എന്ന് വെച്ചാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ക്യാമ്പസ് അംബാസഡർ പ്രോഗ്രാം. അതായത് നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഗിവ, മിന്ത്ര അതേപോലുള്ള പർട്ടിക്കുലർ ബ്രാൻഡ്സ് അവരുടെ ഒരു കൊളാബ് നടത്തുന്നുണ്ട്. ആ കൊളാബ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവരൊരു പർട്ടിക്കുലർ എമൗണ്ട് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ 3 മാസവും ഒരു ഇൻ്റർവെല്ലിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഇൻ്റർവെല്ലിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടും. ചിലപ്പോൾ അത് കൂപ്പൺ കോഡായിട്ടായിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ എമൗണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ തീം ബേസ്ഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനൊരു കോളേജ് ഗോയിങ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് മിന്ത്ര അപ്ലൈ ചെയ്യുന്നു. എനിക്ക് മിന്ത്രയിൽ കിട്ടുന്നു. വാലന്റൈൻസ് ഡേയുടെ സമയമാകുമ്പോഴത്തേക്ക് മിന്ത്ര എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 3000 റുപ്പീസിൻ്റെ കൂപ്പൺ തരും. അപ്പോൾ ആ 3000 റുപ്പീസിൻ്റെ കൂപ്പൺ ഉപയോഗിച്ച് എനിക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വാങ്ങിക്കാം. എന്നിട്ട് വാങ്ങിച്ചിട്ട് ഞാനത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിട്ട് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോൾ വീഡിയോ പോലെ ചെയ്യുന്നു. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇല്ല. പക്ഷേ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുക എന്ന് വെച്ചാൽ, മാർക്കറ്റിംഗ് ചെയ്യുന്ന ബ്രാൻഡ്സ് അല്ല. ഇപ്പോൾ ഗിവ ആണെങ്കിൽ സിൽവർ ജ്വല്ലറീസ് ആണ്, മിന്ത്ര ആണെങ്കിൽ നല്ല അടിപൊളി പ്രോഡക്ട്സ് ആണ്. അങ്ങനെ അത്യാവശ്യം നല്ല പേരുള്ള ബ്രാൻഡ്സാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ നിങ്ങളുടെ പ്രൊഫൈലിന് കണ്ടന്റ് ക്രിയേറ്റർ നിങ്ങളുടെ പ്രൊഫൈലിന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നല്ലതായിരിക്കും. ഹായ്, അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഈസി ആയിട്ട് കൊളാബറേഷൻസ് കിട്ടാൻ പറ്റുക, ഹൗ ടു ഗെറ്റ് കൊളാബറേഷൻസ് ഈസിലി. അപ്പോൾ നമ്മുടെ അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ഹൗ ടു ഗെറ്റ് കൊളാബറേഷൻസ് ഈസിലി. ഓക്കെ, സോ കൊളാബറേഷൻസ് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ആണ്. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ നാളായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സുമായിട്ട് പരിചയമുള്ളതുകൊണ്ടും ഇതൊക്കെയാണ് മെത്തേഡ്സ് എന്ന് എനിക്കറിയാം. ഫസ്റ്റ് തിങ്, ഇതാണ് കൊളാബറേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതെന്താണെന്ന് വെച്ചാൽ ഫോളോ എ നീച്ച് എന്ന് തന്നെയല്ലേ എന്ന് പറയുന്നത്. യെസ്, ഫോളോ എ നീച്ച്. ഫോളോ എ നീച്ച് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അതായത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എനിക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്നും പറഞ്ഞുതരാൻ പറ്റില്ല. അതന്നെ എൻ്റെ അക്കൗണ്ട് തന്നെ എക്സാമ്പിൾ എടുക്കാം. എൻ്റെ അക്കൗണ്ടിൽ എന്താണ് ഇല്ലാത്തത്? എൻ്റെ അക്കൗണ്ടിൽ മേബി ഞാൻ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയാൽ ഫുഡിൻ്റെ വ്ളോഗ് ഉണ്ടായിരിക്കും. ഞാൻ ചുമ്മാ പുറത്ത് കറങ്ങാൻ പോയാൽ ഡെയിലി വ്ളോഗ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ സ്കിൻ കെയർ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടായിരിക്കും, ചിലപ്പം സെൽഫ് പോർട്രേറ്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തത്തിലൊരു അവിയൽ പരുവത്തിലാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നത്. ഇനി ഞാൻ വേറെ ഇൻസ്റ്റാഗ്രാം വഴി ഇതിൽ കാണിക്കാം. ഈ പുള്ളിക്കാർ ആക്ച്വലി പോസ്റ്റ് ചെയ്തത് മേക്കപ്പിൻ്റെ കണ്ടൻറ്റ് മാത്രമാണ്. ഡെയിലി പോസ്റ്റ് ചെയ്തത് മേക്കപ്പ് കണ്ടൻറ്റ് മാത്രം. അപ്പോൾ ഇപ്പോൾ ഒരു മേക്കപ്പ് ബ്രാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അവരുടെ കയ്യിൽ എൻ്റെ പ്രൊഫൈലും കിട്ടി, ഈ പർട്ടിക്കുലർ കുട്ടിയുടെ പ്രൊഫൈലും കിട്ടി. അവർ ആരെയായിരിക്കും ചൂസ് ചെയ്യുന്നത്? എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചധികം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർക്കല്ലേ കൊളാബ് കൊടുക്കത്തുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും പല കാറ്റഗറീസിൽ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് സ്പ്ലിറ്റായി പല ഇൻട്രസ്റ്റിലുള്ളവരായിരിക്കും. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിലെന്ന് പറയുന്നത് ഈ ഒരു ഇൻട്രസ്റ്റിൽ മാത്രം വരുന്ന ഓഡിയൻസ് ആയിരിക്കും. ചിലരുടെ എന്ന് പറയുന്നത് ഫിറ്റ്നസ് ആയിരിക്കും, ചിലർക്കത് മേക്കപ്പ് ആയിരിക്കും, ചിലർക്കത് കുക്കിംഗ് ആയിരിക്കും. അങ്ങനെ പർട്ടിക്കുലർ നീച്ച് ഉള്ളത് എപ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിന് നല്ലതാണ്. പെട്ടെന്ന് കൊളാബറേഷൻസ് കിട്ടാൻ അതാണ് ഒരു മാർഗ്ഗം. സെക്കൻഡ് കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. ഒരു ബ്രാൻഡ് നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അവർ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളാണോ നോക്കും. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോസ് ഇടാം, നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലിടാം, നിങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോൾ ഇടാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ 10 ദിവസം മുമ്പ് റീൽ ഇട്ടു, അത് കഴിഞ്ഞ് വന്ന് ഇന്നൊരു സ്റ്റോറി ഇട്ടു, പിന്നെ ഞാൻ 2 മാസം കഴിഞ്ഞ് ഒരു റീൽ ഇടുന്നു. ഈവൻ ദോ എൻ്റെ റീൽസിന് വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിലും എൻ്റെ പോസ്റ്റിന് ലൈക്ക് ഉണ്ടെങ്കിലും ഐ എം നോട്ട് കൺസിസ്റ്റൻറ്റ്. സോ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ലാത്ത അക്കൗണ്ടുകൾ ബ്രാൻഡുകൾ പൊതുവെ ചൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വീഡിയോസ് ആൻഡ് ഗുഡ് ക്യാപ്ഷൻസ്. ഇതെന്ന് പറയുന്നത് ബ്രാൻഡ്സ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും അവരുടെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പ്രോഡക്റ്റിനെ അല്ല സർവീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഫഷണലായിട്ട് തോന്നുന്ന ആൾക്കാരാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം, അതിന് ക്യാപ്ഷനോ ഒന്നുമില്ല, ചുമ്മാതെ വെറുതെ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കാണിച്ച് എടുത്ത് പോസ്റ്റ് ചെയ്തു. ഇതേ സെയിം വീഡിയോ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു നല്ല ക്യാപ്ഷനുണ്ട്, അതിന് വീഡിയോ ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്ററാണ്, അതിലെൻ്റെ പ്രസൻറ്റേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടാമത്തെ വീഡിയോയിൽ ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ കാര്യം. എൻ്റെ ഐഫോൺ വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഈവൻ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും എൻ്റെ ഐഫോണോ കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ OnePlusൻ്റെ ഫോണാണ്. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ മാക്സിമം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീഡിയോസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവാൻ. അത് കണ്ടൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ബ്ലറൊന്നും ആവാണ്ട് എന്താണോ നമ്മൾ കാണിക്കുന്നതെന്ന് അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കാണിക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പേരെങ്കിലും വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാപ്ഷൻ ഉണ്ടായിരിക്കുക, അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതെന്ന് വെച്ചാൽ, ഇത് എനിക്ക് വേറെ ആര് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. സപ്പോർട്ട് അതർ ക്രിയേറ്റേഴ്സ്. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ട് ഇതുപോലെ എനിക്ക് കൊളാബറേഷൻസ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയ സമയത്ത് എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. എൻ്റെ സർക്കിളിലുള്ള ആരും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവോ അങ്ങനെ കൊളാബറേഷൻസ് ചെയ്യുന്നവരൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് സഹായിച്ചത് വേറെ ക്രിയേറ്റേഴ്സാണ്, എന്നെപ്പോലെ തന്നെയുള്ള ചെറിയ ക്രിയേറ്റേഴ്സാണ്.
അവരെനിക്കും ഞാൻ അവർക്കും ഒരുപാട് സഹായിട്ടുണ്ട്. ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്, ഇന്നടത്തൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, ഇതാണ് ക്യാമ്പയിൻ മാനേജറുടെ നമ്പർ, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ബേസിക് കാര്യങ്ങൾ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ കണ്ടൻറ് ക്രിയേറ്റേഴ്സും നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷനായിട്ട് കാണാറില്ല. ഒന്നിച്ച് നിന്ന് വളരുക എന്ന് പറയുന്നതാണ് ഏറ്റവും അതായത് ഇപ്പം നമ്മളെ കാണുന്നത് ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന ക്രിയേറ്റേഴ്സായിട്ടാണ്. ലോ ലെവൽ എന്ന് പറയുന്നത് ബ്രാൻഡ്സിനെ സംബന്ധിച്ച് നമുക്ക് വലിയ ഫോളോവേഴ്സോ അല്ലെങ്കിൽ നമ്മളൊരു ഭയങ്കര എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേസോ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസോ ഒന്നുമല്ല. അപ്പം നമ്മൾ ബേസ് ലെവലിൽ നിന്ന് തുടങ്ങാൻ പോകുന്നതുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ഗ്രോത്ത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അടുത്തതെന്ന് വെച്ചാൽ ഡു നോട്ട് ബൈ ഫേക്ക് ഫോളോവേഴ്സ് ഓർ ലൈക്സ്. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് കൊളാബറേഷൻസ് കിട്ടാൻ വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഫോളോവേഴ്സിനെയും കുറച്ച് ലൈക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബ്രാൻഡ് കാണുന്ന സമയത്ത് അവർ ഇമ്പ്രസ്ഡ് ആവും. അത് ഒരിക്കലും ഇല്ല. അവർക്ക് അറിയാൻ പറ്റും, അവർക്ക് ഇതിനൊരു ടീമുണ്ട്, അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമുണ്ട്. അവർ നിങ്ങളുടെ അക്കൗണ്ട് ഒക്കെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾക്ക് കൊളാബ് തരത്തുള്ളൂ, അല്ല നിങ്ങൾക്ക് ചുമ്മാ ഒന്നും കൊളാബ് തരില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്പോയിൽ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ അക്കൗണ്ട് സ്പോയിൽ ചെയ്യാതിരിക്കുക. അതേപോലെ ബ്രാൻഡിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഇമേജ് സ്പോയിൽ ചെയ്യാതിരിക്കുക. അതായത് ഇപ്പം ഈവൻ ഒരു 5K ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ആണെങ്കിൽ പോലും ഒരു ബ്രാൻഡ് എടുത്ത് നോക്കുന്ന സമയത്ത് വീഡിയോസിന് ജെന്യൂനായിട്ടുള്ള കമൻറ്റ്സ് വരുന്നുണ്ട്, ലൈക്സ് ഉണ്ട്, ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രാൻഡ്സ് നിങ്ങളുടെ അടുത്തൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതേസമയം നിങ്ങൾക്ക് ഒരു 100K ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷേ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ 0 കമൻറ്റ്സ് അല്ലെങ്കിൽ 3-4 ഫേക്ക് കമൻറ്റ്സ് ആണെങ്കിൽ ബ്രാൻഡിന് നിങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ. മെത്തേഡ്സ് ടു ഗെറ്റ് കൊളാബറേഷൻ. എനിക്കറിയാം വീഡിയോ കുറച്ച് ലോങ് ആവുന്നുണ്ടെന്നറിയാം. അതിന് ഞാൻ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ വലിയ യൂട്യൂബേഴ്സൊക്കെ ചെയ്യത്തില്ല, ഇങ്ങനെ പിൻ ചെയ്യത്തില്ല, ഇത്രാമത്തെ മിനിറ്റിൽ ഇന്നത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ സാധനം മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്ഷൻസ് നോക്കിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ആണ് മെത്തേഡ്സ് ടു ഗെറ്റ് കൊളാബറേഷൻ. ഏതൊക്കെ ടൈപ്പിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് കൊളാബറേഷൻസ് കിട്ടാൻ സാധ്യതകൾ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡയറക്റ്റ് മെത്തേഡ്. ഇപ്പോൾ അതായത് ഞാൻ നേരത്തെ 1.5 വർഷം മുമ്പ് എൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയമല്ല, ഞാൻ അപ്ഡേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രാൻഡ്സ് കൊളാബറേഷൻസ് കൊടുക്കുന്നതും കൊളാബറേഷൻ എടുക്കുന്നതും ഡയറക്റ്റ് മെത്തേഡിൽ കൂടാണ്. ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഞാനൊരു കണ്ടൻറ് ക്രിയേറ്റർ, ഞാനൊരു ബ്രാൻഡിന് മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ മെയിൽ അയക്കുന്നു. ബ്രാൻഡിന് അവരുടേതായിട്ടുള്ളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഉണ്ടായിരിക്കും. ആ ടീം എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തതിന് ശേഷം എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു, മെയിൽ അയക്കുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, നേരിട്ട് കൊളാബ് തരുന്നു, വീഡിയോസ് വാങ്ങുന്നു, ഫിനിഷ് കഥ. ബ്രാൻഡാണ് നേരിട്ട് പേയ്മെൻറ്റ് തരുന്നു. ഈ ഡയറക്റ്റ് മെത്തേഡാണ് കൂടുതലും ബ്രാൻഡ്സ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മെത്തേഡ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ഇൻട്രസ്റ്റിലുള്ള ഒരു ബ്രാൻഡ് ആണെങ്കിൽ, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മേക്കപ്പ് ബ്രാൻഡ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസിലേക്ക് പോയിട്ട് അവർക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെയിലേക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻസ്റ്റയിലാണ് ഒരു ബ്രാൻഡിന് മെസ്സേജ് അയക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ചുരുങ്ങിയ വേർഡ്സിൽ അയക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ ഇതേ തന്നെ മെയിലാണ് അയക്കുന്നതെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് മെയിൽ അയക്കാം. ഇൻസ്റ്റയിലാണ് നിങ്ങൾ ഒരു ബ്രാൻഡിന് മെസ്സേജ് അയക്കുന്നതെങ്കിൽ കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ. ഹായ് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് പറയുക. ആർ യു ഓപ്പൺ ഫോർ കൊളാബറേഷൻസ് എന്നുള്ളത് ഒറ്റ സെൻറ്റൻസ് ചോദിച്ച് നിർത്തുക. അപ്പം ബ്രാൻഡ് കൊളാബറേഷൻ ഓപ്പൺ ആണെങ്കിൽ ബ്രാൻഡ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് തന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ പറയും. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടിട്ട് അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവുകയാണെങ്കിൽ അവർ അപ്പം തന്നെ നിങ്ങളോട് നിങ്ങളുടെ നമ്പർ ഇതാ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പം ബ്രാൻഡ് അവിടെ നിന്ന് ഡീൽ ചെയ്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് മെയിലാണ് അയക്കുന്നതെന്ന് നോക്കാം. മെയിലാണ് അയക്കുന്നതെങ്കിൽ ഇതുപോലെ ആർ യു ഓപ്പൺ ഫോർ കൊളാബറേഷൻ എന്നൊന്നും പറഞ്ഞ് അയക്കാൻ പാടില്ല. മെയിലാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾ ആക്ച്വലി വളരെ നീറ്റായിട്ടുള്ള ഒരു മെയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ അയക്കണം. നല്ലൊരു ടെംപ്ലേറ്റ് തന്നെ അത് അയക്കണം. ആ മെയിൽ കാണുന്ന സമയത്ത് ഒരു ബ്രാൻഡിന് നിങ്ങളുടെ ഫോളോവേഴ്സ് കുറവാണെങ്കിലും വേറെ എന്താണെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനെങ്കിലും അറിയാം, നിങ്ങൾക്ക് ഒരാളെ അപ്രോച്ച് ചെയ്യാനെങ്കിലും അറിയാം എന്നൊരു നല്ല ഇംപ്രഷൻ തോന്നണം. ഓക്കെ, അപ്പോൾ ആ ടെംപ്ലേറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് DM ചെയ്യാം, ഞാൻ എന്തായാലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു. ഇനി സെക്കൻഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ്. അതായത് ഞാൻ 1 ഇയർ മുമ്പ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സിന് കൊളാബ് കിട്ടിക്കൊണ്ടിരുന്നത് ആപ്പ് ത്രൂ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 7 മന്ത്സ് ഈ ഒരു ഗ്യാപ്പിലെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഏജൻസീസായി പിന്നെ ഈ വേൾഡ് ഭരിച്ചുകൊണ്ടിരുന്നത്, കൊളാബറേഷൻ വേൾഡ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് രണ്ടുമല്ല, ഇപ്പോൾ നമ്മുടെ ഡയറക്റ്റ് മെത്തേഡാണ്. ഇപ്പോഴും ആപ്പ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ത്രൂ കൊളാബറേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്ന ആപ്പാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ ആപ്പാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഫ്രീസ്കൗട്ട് എന്ന് പറയുന്ന ആപ്പ് ഇപ്പം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ആക്ച്വലി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കൊളാബറേഷൻ ആപ്പ് എന്നും പറഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. ഈ ആക്ച്വലി നമ്മൾ ഒരു ചെറിയ ക്രിയേറ്റർ ആയിട്ടിരിക്കുമ്പോൾ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് ആക്ച്വലി വേണം. എനിക്ക് കൊളാബ് വേണമെന്ന് തോന്നിയ സമയത്ത് ഇതുപോലെ ആപ്പിൽ പോയി സെർച്ച് ചെയ്ത് ഓരോ ആപ്പും കുത്തിയിരുന്ന് ഡൗൺലോഡ് ചെയ്ത് അതിലെല്ലാം ഫില്ല് ചെയ്ത്
അതിൽ കയറി നോക്കിയിട്ടുണ്ട്, ഇതിൽ കൊളാബറേഷൻസ് കിട്ടുമോ, ഇതിലെന്തെങ്കിലും നടക്കുമെന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്പെയർ ചെയ്യാൻ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഗുഡ് ക്രിയേറ്റർ ആണ്. ഗുഡ് ക്രിയേറ്റർ ആക്ച്വലി ഇപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് DYT, അതേപോലെ ഇൻഫ്ലോസോ. അങ്ങനെ ഞാൻ എന്തായാലും ആപ്പുകളുടെ എല്ലാം പേര് താഴെ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ആക്ച്വലി ഇപ്പോൾ കൊളാബ് ചെയ്യുന്നില്ല, അതിൻ്റെ കഥ ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാതാണ് വെച്ചത്. ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് പറയുന്നതെന്നുള്ളൂ. ഞാൻ ആക്ച്വലി കൊളാബറേഷൻസ് ചെയ്യാതായിട്ട് കുറച്ച് നാളായി. വീഡിയോയിൽ പറഞ്ഞില്ലേ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു റീഇംബേഴ്സ്മെൻറ്റ് കൊളാബെന്ന്, അതും ആക്ച്വലി ആമസോൺ റിവ്യൂ കൊളാബറേഷനാണ്. ഇൻസ്റ്റയിലോ യൂട്യൂബിലല്ല. യൂട്യൂബിലോ ആക്ച്വലി ഞാനിപ്പോൾ കൊളാബറേഷൻസ് എടുക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി പെയ്ഡ് കൊളാബ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകണം. എൻ്റെ പ്രൊഫൈൽ നല്ല റീച്ചാക്കി എടുത്തതിന് ശേഷം ലെറ്റ് ദ ബ്രാൻഡ് കോൺടാക്ട് മീ ഓർ ഐ വിൽ കോൺടാക്ട് ദ ബ്രാൻഡ് എന്നതാണ് എൻ്റെ സ്റ്റാൻഡ്. അതായത് കുറച്ച് ഫോളോവേഴ്സിനെയും കുറച്ച് റീച്ചും വെച്ചിട്ട് ലൈക്ക് ബ്രാൻഡ്സിന് ഫ്രീ ആയിട്ട് അവർ പ്രോഡക്റ്റ് തരുമ്പോഴത്തേക്കും ലൈക്ക് കൊളാബ് ചെയ്ത് കൊടുക്കാൻ എനിക്കിനി താല്പര്യം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് പ്രോഡക്റ്റ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാർട്ണർ കൊളാബറേഷൻ ചെയ്യാം. എനിക്ക് ആക്ച്വലി പ്രോഡക്റ്റ് വേണ്ട, എനിക്ക് പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രം. കാരണം വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ലൈക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു ഡു പാർട്ണർ കൊളാബറേഷൻസ് ഫ്രം നൗ ഓൺ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആമസോൺ റിവ്യൂ, ഫ്ലിപ്കാർട്ട് റിവ്യൂ, അങ്ങനത്തെ റിവ്യൂ കൊളാബറേഷൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധനം നിങ്ങൾക്ക് വീഡിയോ വരും, നിങ്ങൾ അതിൻ്റെ ഫോട്ടോയോ വീഡിയോ എടുത്താൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി എഴുതിയാൽ മാത്രം മതി, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി അങ്ങനത്തെ കൊളാബറേഷൻസ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യം. അതൊക്കെ അവിടെ നിൽക്കാതെ നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കും. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മാർക്കറ്റിംഗ് ഏജൻസിയെ പറ്റി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ മാർക്കറ്റിംഗ് ഏജൻസി ഏതൊക്കെയാണ്, എനിക്ക് ഏതൊക്കെ മാർക്കറ്റിംഗ് ഏജൻസീസ് ത്രൂ ആണ് കൊളാബ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. പക്ഷേ ഗൈസ്, ഇപ്പോൾ മാർക്കറ്റിംഗ് ഏജൻസിയുടെ ഒക്കെ തട്ട് താണിരിക്കുകയാണ്. ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ഡയറക്റ്റ് മെത്തേഡ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ അല്ലെന്നോ അധികം നിങ്ങൾക്ക് കൊളാബറേഷൻസ് കിട്ടുകയില്ല എന്നോ അല്ല. ഓക്കെ, വൈ ഐ സ്റ്റോപ്പ് ഡൂയിങ് കൊളാബറേഷൻസ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കൊളാബറേഷൻസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഓഡിയൻസിനകത്ത് വർക്കാവില്ല. എസ്പെഷ്യലി നമ്മളൊരു സ്മോൾ ക്രിയേറ്റർ ആവുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സ്, നമ്മൾ വീഡിയോ എടുക്കുന്ന രീതി എല്ലാം എന്ന് വെച്ചാൽ ബേസിക് ലെവലായിരിക്കും. ഞാൻ എൻ്റെത് വെച്ചിട്ട് പറയുകയാണ്, വളരെ ബേസിക് ആയിരിക്കും. അതേപോലെ നമ്മളെ ഫോളോ ചെയ്യുന്ന കൂടുതൽ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ചവർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ റിലേറ്റീവ്സ്, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ആൾക്കാരല്ല നമ്മുടെ കറക്റ്റ് ഓഡിയൻസ്. നമ്മുടെ കറക്റ്റ് ഓഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് വളരുന്ന സമയത്ത് റാൻഡമായിട്ട് ഇവിടുന്ന് നമ്മളെ ഇഷ്ടപ്പെട്ട്, നമ്മുടെ കോണ്ടന്റ് ഇഷ്ടപ്പെട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നവരാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഓഡിയൻസ്. നമ്മുടെ അക്കൗണ്ട്, ഇപ്പോൾ എൻ്റെയൊക്കെ അക്കൗണ്ട് സംഭവിച്ചാൽ എൻ്റെ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിൻ്റെ നമ്പർ ഭയങ്കര കുറവായിരിക്കും. ഇതൊക്കെ മറ്റേ സ്കൂളിൽ പഠിച്ചവരും ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ പരിചയമുള്ളവരായിരിക്കും ഈ അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ മറ്റേ സ്കിപ്പ് ചെയ്ത് വിടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവർക്ക് വലിയ താല്പര്യം കാണില്ല. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം നമ്മുടെ വീഡിയോസ് സ്കിപ്പായി പോകുന്നു അത്രത്തോളം നമ്മുടെ അക്കൗണ്ടിൻ്റെ റീച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുക, എൻ്റെ അക്കൗണ്ട് നല്ല റീച്ചാക്കി എടുക്കുക, എൻ്റെ അക്കൗണ്ടിലേക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചുകൂടെ ലൈക്ക് ഫോളോവേഴ്സ് വരട്ടെ, എൻ്റെ അക്കൗണ്ടിന് നല്ല റീച്ച് കിട്ടട്ടെ. റീച്ച് കിട്ടിയതിന് ശേഷം ഞാൻ പതുക്കെ കൊളാബറേഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതും ഞാൻ അതിനൊരു ലിമിറ്റ് ഞാൻ എപ്പോഴും വെക്കും. ഒരാഴ്ചയിൽ ഒരു കൊളാബറേഷൻ അങ്ങനെ വല്ലതും മാത്രമേ ചെയ്യത്തുള്ളൂ. മറ്റേ കണ്ടിന്യൂസ് ആയിട്ട് കൊളാബറേഷൻസിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യില്ല. ഇങ്ങനൊരു മിസ്റ്റേക്ക് ഞാൻ ഒരിടയ്ക്ക് ചെയ്തായിരുന്നു. ഞാൻ കൊളാബ് ചെയ്തു തുടങ്ങിയ സമയത്ത് ഐ വാസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് പ്രോഡക്ട്സ്. ലൈക്ക് അങ്ങനെ തള്ളു വെറുതല്ല, ബട്ട് എന്നാലും എനിക്ക് അങ്ങനെ കുറേ അത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കത്തില്ല, അതൊക്കെ പൈസ തരണ്ടല്ലോ. അതുകൊണ്ട് ഇഷ്ടംപോലെ ബ്രാൻഡ്സ് സാധനങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തെല്ലാം തുടരെ എൻ്റെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരുന്നത് കൊളാബറേഷൻസിൻ്റെ വീഡിയോസ് മാത്രമാണ്. അപ്പോൾ കണ്ടാലും നമ്മുടെ ആൾക്കാർക്ക് മടുക്കില്ലേ അങ്ങനെ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിക്കിനി കുറച്ച് നാളത്തേക്ക് ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബിനും വേണ്ടി കൊളാബ് ചെയ്യാൻ താല്പര്യമില്ല. മേ ബി ഞാൻ ആമസോണിന് വേണ്ടിയിട്ട് ആമസോൺ റിവ്യൂ, ഫ്ലിപ്കാർട്ട് റിവ്യൂ, മിന്ത്ര റിവ്യൂ ഒക്കെ ചെയ്യും. റിവ്യൂ കൊളാബ് ചെയ്യുമായിരിക്കും, ബട്ട് ഇത് ചെയ്യില്ല. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എന്തായാലും ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇതിനു മുമ്പ് മെസ്സേജ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാ മെസ്സേജിനും റിപ്ലൈ ചെയ്തിട്ടുണ്ട്. റിപ്ലൈ കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ ഒരു അയ്യോ ചേച്ചി റിപ്ലൈ ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷവും. ഓഫ് കോഴ്സ് ഞാൻ റിപ്ലൈ ചെയ്യും. അതെന്താണ്, ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഈ ടോപ്പിക്കിൽ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളൊരു ഡൗട്ട് ചോദിക്കുമ്പോൾ അത് ആൻസർ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഐ വിൽ റിപ്ലൈ ഫോർ ഷുവർ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം.